നിനക്ക് ധൈര്യം പകരുന്നത്, പോരാടാൻ സഹായിക്കുന്നത്. അമ്മ ഇന്ന് എന്തുമാത്രം സന്തോഷവതിയാണെന്നറിയോ? അതും കഴിക്കാൻ നേരത്ത് കണ്ടില്ലേ, കൊച്ചു കുട്ടികളെ പോലെയാ പെരുമാറിയത്. ആ സന്തോഷങ്ങളെല്ലാം ഒരുപക്ഷെ ഞാൻ അബോർഷൻ ചെയ്തില്ലെങ്കിൽ കിട്ടില്ലല്ലോ ചേച്ചി. പ്രസവിച്ചില്ലെങ്കിലും അബിയെ സ്വന്തം മകനെ പോലെയാണ് അമ്മ വളർത്തിയത്. ഒരു കുഞ്ഞിനെ ഓർത്ത് അമ്മ വിഷമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാനും ഒരു സ്ത്രീയല്ലേ ചേച്ചി? എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? കരയില്ലേ വസു? അബി നന്നായി ജീവിക്കണമെന്ന സ്വാർത്ഥ ചിന്തയാണ് അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വസു. എന്തായാലും നാളെ അമ്മ സത്യങ്ങളെല്ലാം അറിയില്ലേ, നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. വയറ്റിലുള്ളപ്പോ തന്നെ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുക എന്റെ കുഞ്ഞു. നാളെ ഇവൻ ജനിച്ചു കഴിയുമ്പോ ഇവന്റെ ജീവിതം എങ്ങനെയാവോ എന്തോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല, കാരണം അത് അബിയുടെ വസുന്റെ കുഞ്ഞാണ്. ഉറപ്പായിട്ട് അവന് നല്ലൊരു ഭാവി ഉണ്ടാവും. ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഏട്ടനും അഖിലും സ്വാമിജിയെ പോയി കണ്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വന്നിരിക്കുക. നാളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം വസു. വളരെ ബുദ്ധിപൂർവ്വം സത്യം പുറത്തു കൊണ്ടുവരണം. ആ കള്ള സ്വാമിജി അമ്മയോട് സത്യങ്ങളൊക്കെ പറഞ്ഞ എന്റെ കുഞ്ഞിനൊരു നല്ല കാലം ഉണ്ടാവും. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. എങ്ങനെയെങ്കിലും സത്യം തുറന്നു പറയിപ്പിക്കും. നാളെ എന്നൊരു ദിവസം എന്റെ കുഞ്ഞിന്റെ വിധി നിർണയിക്കുന്നതാ. ചേച്ചി നോക്കിക്കോ. ചേച്ചി, കെട്ടാനുള്ള പൂക്കൾ എവിടെ? അതാ ആ ടീപ്പോട് പുറത്തുണ്ട്. അതെ ഇളമ്മേ, ആ പൂ വെച്ചിരിക്കുന്ന തട്ടങ്ങെടുത്തേ. ഞാൻ ഇപ്പോഴാ ബെഡിൽ നിന്ന് ഇറങ്ങിയ. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടത്തി, ഈ പൂ എടുത്തു കൊടുക്കുന്നത് ഒരു ജോലിയാണോ? അതിന് എത്ര വെയിറ്റ് ഉണ്ടാവാനാ? അത് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. രാത്രി വയറ് നിറച്ച് ഫുഡ് കഴിച്ചല്ലേ, എന്നിട്ടും എന്താ എത്ര ക്ഷീണം? കണ്ടില്ലേ, ഗർഭിണിയായിരിക്കുന്ന വസുവും കാർത്തികയും വരെ ജോലി ചെയ്യുന്നു. ഏട്ടത്തിക്ക് മാത്രം ക്ഷീണം. മോളെ വസു, കോഫി എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മേ. എന്തെങ്കിലും ഒന്ന് കുടിച്ചില്ലെങ്കിൽ നിനക്ക് നല്ല ക്ഷീണം വരും. അയ്യോ, ഇപ്പൊ തന്നെ ദേഹമൊക്കെ വീർത്തു. അന്യായ ആന്റി ഇത്. ഞാനും പ്രഗ്നന്റ് അല്ലേ, എന്നോട് ഇങ്ങനെ പെരുമാറുന്നില്ലല്ലോ. അത് ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് ആന്റിക്ക് മാത്രമല്ല അറിയൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ. എല്ലാം കണ്ടോണ്ടിരിക്കുക. വല്ലാത്തൊരു കാഴ്ചയായി പോയത്. ആ കള്ള സ്വാമിക്ക് വേണ്ടി ഇത്രയും ആർഭാടൊക്കെ വേണോ? ഭാസ്കറും കൊച്ചുമോനും എവിടെ? വാ വാ വാ. ശരിക്കുള്ള സ്വാമിക്കാണ് ഈ റെഡ് കാർപ്പറ്റ് ഒക്കെ വിരിച്ചതെങ്കിൽ ശരിയായിരുന്നടാ. ഈ കള്ള സ്വാമിക്കൊക്കെ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോ ശരിക്കും നാണക്കേട് തോന്നുവാ. അയാളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് നമ്മൾ തന്നെയല്ലേ ഏട്ടാ, പിന്നെ എങ്ങനെ ചെയ്യാതിരിക്കുന്നേ? ഇന്നവൻ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ചെയ്താ ഈ കാർപ്പറ്റിൽ തന്നെ അവനെ പൊതിഞ്ഞ് ഏതെങ്കിലും കടലിൽ കൊണ്ട് തള്ളും. നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഈ കാഴ്ച കാണാനായിരുന്നോ? അത് തന്നെ ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നേ. കള്ള സ്വാമിക്ക് വേണ്ടി രാജകീയമായ വീഥി ഒരുക്കിക്കൊണ്ടിരിക്കുക. ആന്റി പറയുന്നത് ഈ സ്വാമിജിയെ കുറിച്ചല്ല, അകത്ത് അമ്മയും വസുവേട്ടത്തെയും ചെയ്യുന്നതിനെ കുറിച്ചാ. എന്താ രണ്ടുപേരും വീണ്ടും ചക്കര ഈച്ചേട്ടങ്ങ് നിൽക്കുവാണോ? ഒന്നകത്തോട്ട് വന്ന് നോക്കടാ.
ആ കാഴ്ച കണ്ട നമുക്ക് ഛർദ്ദിക്കാൻ തോന്നും. ഇന്ന് നമ്മുടെ പ്ലാൻ സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ആവും ഇളയമ്മേ. ഇതെല്ലാം കണ്ടിട്ട് നമ്മള് പ്ലാൻ ചെയ്ത പോലെ അല്ലടാ, ആ വസുവിന്റെ പ്ലാനിങ് പോലെ ഉണ്ട്. ഇന്ന് എന്ത് സംഭവിക്കും ആലോചിക്കുമ്പോ പേടി തോന്നുന്നടാ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കുള്ളൂ ഇളയമേ. നാളെ വൈകുന്നേരത്തിനുള്ളിൽ അമ്മ തന്നെ വസുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്തിരിക്കും. അപ്പോ നമ്മുടെ ബേബി മാത്രമേ ഈ വീട്ടിലുണ്ടാവൂ അല്ലേ കാർത്തിക? പറഞ്ഞോ, നന്നായിരിക്കില്ല, പറഞ്ഞേക്കാം. അവള് കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല. ഒരാവശ്യമുള്ളത് അമ്മയെ മരുമോളെ ഒന്നാക്കി. ഇപ്പൊ രണ്ടുപേരും കൂടി ചേർന്ന് എന്റെ വയറ്റ് തടിക്കാൻ തുടങ്ങി. ശരി, നിങ്ങൾ ജോലി ചെയ്തോളൂ, എനിക്ക് കാപ്പിയൊന്നും വേണ്ട. എന്താ അബി, ദേഷ്യാണോ? ഇല്ലമ്മേ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. ശരി എന്നാ. വസു, ആ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. ടയേർഡായി. സാരമില്ലമ്മേ, സ്വാമിജി വരാനുള്ള സമയമായി. കുറച്ചു നേരം റെസ്റ്റ് എടുത്തോന്നേ. വേണമെങ്കിൽ നിനക്ക് പകരം കാർത്തിക് ഇതൊക്കെ ചെയ്തോളും. ഞാനും പ്രഗ്നന്റ് അല്ലേ അമ്മേ? ആ കാര്യം അമ്മ മറന്നെന്ന് തോന്നുന്നു. അതെ കാർത്തികേ, ഇപ്പൊ ഒന്നും എനിക്ക് നിന്റെ കാര്യമേ ഓർമ്മയില്ല. നീ ഗർഭിണിയായിരിക്കുന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. ഇവള് ഗർഭിണിയാണെങ്കിലല്ലേ അത് ഓർമ്മ ഉണ്ടാവും. ചില സമയത്ത് ഇവക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, പിന്നെയല്ലേ അവർക്ക് ഓർമ്മ ഉണ്ടാവാൻ. വസു, അലങ്കരിച്ചതൊക്കെ നന്നായിട്ടുണ്ട്. ഒന്നും കുറഞ്ഞു പോയില്ലല്ലോ. ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ, എന്ത് കുറവാ നീ കണ്ടത്? ഒരു കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇളയമ്മേ. വീട് മുഴുവനും തോരണം കെട്ടിയിട്ടുണ്ടല്ലോ. നടു ഉളുക്കുന്നവരെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. കഴുത്ത് വേദന വന്നിട്ട് പോലും വാതിലിന് മുഴുവനും മാവില കെട്ടിയിട്ടുണ്ട്.
എന്റെ ആരോഗ്യം മോശമായിട്ടും ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുറവുണ്ടെന്നോ? അതെന്ത് കുറവാ വസു? അതെന്താണെന്ന് പറ. ലാസ്റ്റ് ടൈം സ്വാമിജി വന്നപ്പോ ഇതിലും കുറച്ചല്ലേ ഡെക്കറേഷൻസ് ചെയ്തത്. ഇപ്പോഴത്തെ വരവ് അങ്ങനെയല്ലല്ലോ. അന്നും ഇന്നും എന്താ വ്യത്യാസമുള്ളത്? അതേ സ്വാമിജിയല്ലേ വരുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട് കാർത്തിക. സ്വാമിജി വന്നു കഴിയുമ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. പഴയ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എടുത്തി സ്വാമിജി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. പുതുതായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ സ്വാമിജിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അതെ, അന്ന് സ്വാമിജി പ്രശ്നങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞു തന്നു. ഇന്നിപ്പോ പരിഹാരം പറയാനാ വരുന്നേ. ഓ, ഓ, അതുപോട്ടെ, നീ പറഞ്ഞ ആ ഒരു കുറവ് എന്താ വസു? ആ, നോക്കിക്കേ, കൊണ്ടുവരുന്ന കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞേ. സ്വാമിജിക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ സിംഹാസനം ഇല്ലല്ലോ. ആ, കൊണ്ടുവരും. ഇവിടെ വെച്ചേക്ക്. ആ, ഇവിടെ. ആ കള്ള സ്വാമിക്ക് സിംഹാസനമൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത് ആത്മഹത്യ തന്നെ തോന്നുന്നേ. നമ്മളാണ് ഓവറെന്ന് വിചാരിച്ചപ്പോ വസുവെടുത്തി നമ്മളെക്കാൾ ഓവറാണല്ലോ ഏട്ടാ. ആന്റി, ഉറപ്പായിട്ടും ഇത് നമ്മുടെ പ്ലാൻ പോലെയല്ല. എല്ലാം വസുവേട്ടത്തിയുടെ പ്ലാൻ പോലെയുണ്ട്. ആണല്ലോ. എവിടെയോ എന്തോ വ്യത്യാസമായിട്ടുണ്ടെന്നല്ല, ഇന്ന് നമ്മൾ വിചാരിച്ചതല്ലാതെ വേറെ എന്തോ നടക്കാൻ പോകുന്നാ എനിക്ക് തോന്നേ. ഇപ്പോഴെല്ലാം കറക്റ്റ് ആയതല്ലേ അമ്മ? അതെ വസു, എല്ലാ കാര്യങ്ങളും നീ കൃത്യമായി നോക്കും. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ? ഒന്ന് കൊണ്ടുവന്നാ മറ്റൊന്ന് മറക്കും. എല്ലാം അലങ്കോലമാക്കുക ചെയ്യാറ്. ശരിയാണമ്മേ. വസു എല്ലാ വിധത്തിലും ആലോചിക്കും. എന്ത് ജോലി ചെയ്താലും ഒരു കുറവും വരത്തില്ല. എല്ലാം കറക്റ്റായിട്ട് ചെയ്യുവമ്മേ. ശരിക്കും നീ പത്തരമായിട്ട് തങ്കവാ. നിന്നെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാ എനിക്കിവിടെ കയ്യും കെട്ടി സുഖമായിട്ടിരിക്കാം. ബസ് മാത്രല്ല എടുത്ത് ഈ ജോലി ചെയ്തത്, ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്തു. എന്തോ ചെറിയ ജോലികള്. സിംഹാസനം കൊണ്ടുവന്നോ? വസു ചിന്തിച്ച പോലെ ചിന്തിച്ചോ? സാരമില്ല, വിട്ടേക്കമ്മേ. സ്വാമിജി വരുന്നതിന് മുൻപ് ഒരു ചെറിയ പണിയുണ്ട്, അത് തീർത്തിട്ട് ഇപ്പൊ വരാം. ശരി, ഞാനും മറ്റു ജോലികളൊക്കെ ചെയ്തിട്ട് വരാം. വാങ്ങിച്ചോ? എനിക്ക് വേണ്ട. അപ്പൊ കോഫി ചോദിച്ചതോ? ചോദിച്ചിട്ട് അരമണിക്കൂറായി. താഴെ ജോലി ഉണ്ടായിരുന്നു. എന്നെക്കാളും ഞാൻ അമ്മയോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയെ നോക്കുന്നില്ല എന്ന് ഏട്ടൻ പരാതി പറയും. അമ്മ തരുന്ന ജോലി ചെയ്തോണ്ടിരുന്ന ഏട്ടനെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പരാതി പറയും. ഇതെങ്ങനെ ഞാനൊന്ന് മാനേജ് ചെയ്യാ? ഒരു മരുമകൾ എന്ന നിലയ്ക്ക് എന്റെ അമ്മ പറയുന്ന കാര്യങ്ങളും ചെയ്യണം. ഭാര്യ എന്ന നിലയ്ക്ക് എന്റെ കാര്യങ്ങളും നോക്കണം. അപ്പൊ രണ്ടുപേരുടെ നടുവിൽ നിന്ന് ഞാൻ ബുദ്ധിമുട്ടണം അല്ലേ? ആർ യു സീരിയസ്? തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ശരിക്കും ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിച്ചതിന് സോറി പറയാ. ഞാൻ മനഃപൂർവ്വമാണ് ഏട്ടനെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്ക് തോന്നി, പ്രതികാരം ചെയ്യുന്ന പോലെ തോന്നി. എന്ത്? അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ ഞാൻ വേറെ
ജോലി തിരക്കില് എല്ലാം മറന്നും തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുടിക്കാം. താങ്ക്സ്. വെരി നൈസ്. അല്ല, ഈ സ്വാമിയുടെ പ്രശ്നം എന്താ വസുന്ധര? ഇതിലൊക്കെ താൻ വിശ്വസിക്കുന്നുണ്ടോ? അമ്മ ഒരുപാട് വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മുടെ അന്ധവിശ്വാസങ്ങള് ഇതുപോലുള്ള സ്വാമികള് കാശാക്കി മാറ്റും. ആ കാര്യം അമ്മ മനസ്സിലാക്കണ്ടേ? അപ്പോ തനിക്ക് ഇഷ്ടമല്ലെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ആ ജോലികളൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇല്ല ഏട്ടാ, ഇഷ്ടത്തോടെയാ ഞാൻ ജോലി ചെയ്യുന്നേ. എന്തിന്? ഒരു വലിയ കാര്യം സാധിക്കാനായി. വലിയ കാര്യത്തിനോ? അതെന്ത് കാര്യമാ? ഏട്ടനത് പിന്നീട് മനസ്സിലാക്കും. വസുന്ധര, താൻ എന്തോ മറയ്ക്കുന്നുണ്ട്. ഏട്ടനിൽ നിന്ന് ഞാൻ ഒന്നും ഒളിച്ചിട്ടില്ല. വൈകുന്നേരത്തിനകം ഏട്ടനെല്ലാം മനസ്സിലാവും. മര്യാദയ്ക്ക് സത്യം പറയടേ, ഞങ്ങളുടെ പ്ലാനല്ല നീ ആ വസുവിനോട് പറഞ്ഞല്ലേ? അയ്യോ ദൈവമേ, ഞാനെന്തിനങ്ങനെ പറയാൻ പോകുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ? ഞങ്ങൾ ഒറ്റക്കെട്ടൊക്കെയാണ്. സത്യം പറയാ എടുത്തി, വസു എടുത്തോട് നമ്മുടെ പ്ലാനിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഗ്രൂപ്പിനെ ഞാൻ ദ്രോഹം ചെയ്യും അഖിൽ. പിന്നെന്താ വസുവേട്ടത്തി ഒരു ബന്ധവും ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നേ? ഞാനെന്താ വസുവിന്റെ ഡയലോഗ് റൈറ്റർ ആണോ കാർത്തിക? എല്ലാരും കൂടി എന്നിങ്ങനെ ചോദ്യം ചെയ്താ? അങ്ങനെയാണെങ്കിൽ നീ വസുവിനോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാനൊരു പാവമാണെന്ന് ഏട്ടൻ അറിയായിരുന്നിട്ടും എന്നിങ്ങനെ സംശയിക്കുകയാണോ? നീ അത്ര പാവൊന്നല്ല. നിന്നെ പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? കണ്ടില്ലേ കണ്ടില്ലേ, ഏട്ടന്റെ മുമ്പ് വെച്ച് ഇളയമേനെ പറയുന്നത്. ഇളയമേ, ഭാവനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല കേട്ടോ. അയ്യോ, വസു എടുത്തിക്ക് നമ്മുടെ പ്ലാനിനെ പറ്റി എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എടുത്തി കൗണ്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ കള്ള സ്വാമിജിയെ അവർക്ക് അനുകൂലമായിട്ട് സംസാരിപ്പിക്കും. അത് തന്നെയാടാ എന്റെയും പേടി. ആ സ്വാമിജി അങ്ങനെ റിവേഴ്സ് അടിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ അമ്മ വെറുതെ വിടില്ല. അയാൾ അങ്ങനെ റിവേഴ്സ് ആവാനാ? അവന് 10,000 രൂപ കൊടുത്തേക്കല്ലേ നമ്മള്? 10,000 കൊടുത്തെന്ന് വലിയ വാചകം അടിക്കുന്നുണ്ടല്ലോ. എന്റെ മോം അയാൾക്ക് 1,00,000 രൂപയാ കൊടുത്തത്. അത്രയൊക്കെ എന്തിനടി കൊടുത്തത്? വസുവേട്ടത്തി കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടി. നിന്റെ അമ്മയുടെ കയ്യിൽ കാശ് കൂടുതലുള്ളത് കൊണ്ട് അവര് കൊടുത്തു. എന്റെ ഏട്ടന്റെ കയ്യിൽ അതിന് മാത്രം കാശൊന്നുമില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ പോയില്ലേ ആ കള്ളസ്വാമിയുടെ അടുത്ത്? പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞോളേമേ. അയാളെ കൊന്നാലും ശരി, നമുക്കെതിരായിട്ട് ഒന്നും സംസാരിക്കില്ല. എല്ലാം നമുക്ക് ഫേവറായിട്ട് മാത്രമേ സംസാരിക്കൂ. പറയേണ്ട 4 വാക്ക് അയാൾ പറഞ്ഞിട്ട് വേഗം ഇവിടുന്ന് പോയാ മതിയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങൾ എന്താ ഇളയമേ? എന്താ വസുവിനോട് പറഞ്ഞു കൊടുക്കാനാ? കണ്ടു ഏട്ടാ, വീണ്ടും ഇളയമേനെ സംശയിക്കുന്നത് കണ്ടില്ലേ? ഇളയമേ, ഭാവനെ ഒന്നും പറയരുതെന്ന് ഇപ്പോഴല്ലേ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ എന്റെ കാർത്തികയെ സംശയിക്കരുത്. സംശയിച്ചാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. അതങ്ങനെയാടാ, നിങ്ങൾക്കൊക്കെ നിങ്ങളെ ഭാര്യമാരാ വലുത്. ഈ ഇളയമ്മ ആർക്കും വേണ്ടല്ലോ. എനിക്ക് ഒരു ദിവസം വരൂടാ. ആ ദിവസം എന്നാ വരുവാന്ന് ഈ വരുന്ന കള്ളസ്വാമിയോട് ചോദിക്കും. ആ കള്ളസ്വാമി എന്തു പറയാനാ? അവൻ പറയുന്നതൊക്കെ കള്ളമല്ലേ? ശരി, അവൻ പുറപ്പെട്ടോ ഇല്ലയോ? ഓൺ ദി വേയാ ദാരിദ്ര്യം പിടിച്ചവൻ. നമസ്കാരം സ്വാമിജി. മംഗളം ഭവിക്കട്ടെ. ഇവനും അവന്റെ ഒരു ഓവർ ആക്ഷനും. കാർപ്പറ്റിൽ കൂടെ നടന്നു വരൂ സ്വാമിജി. 10,000 തന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചു. രാജകീയ സ്വീകരണമാണല്ലോ എനിക്ക് തരുന്നത്. ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയായിരിക്കണം. കനകസിംഹാസനത്തിൽ പട്ടിയെ ഇരുത്തിയ പോലെ ഈ കള്ളസ്വാമിക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച സ്വാഗതം. നമ്മുടെ കാര്യം കഴിഞ്ഞ ഉടനെ ഇയാൾക്കൊട്ടൊരു പണി കൊടുക്കേട്ടാ, അതൊരു സമാധാനമായിരിക്കും. വന്നാലും സ്വാമിജി. അവിടെ നിൽക്ക്. വാതിൽപ്പടിയിൽ തന്നെ തടഞ്ഞല്ലോ. ഒരുപക്ഷേ ഞാൻ കള്ളസ്വാമിയാണെന്ന് ഇവൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താ വസു അവിടെ നിർത്തിയത്? ആ പരമ പവിത്രമായ ആ പുണ്യമായ പാദങ്ങൾക്ക്
പാദപൂജ ചെയ്യണ്ടേ? എന്നിട്ട് ആ തീർത്ഥം തലയിൽ തളിക്കണ്ടേ അമ്മേ? അതിനുശേഷമല്ലേ സ്വാമിജിയെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടത്? അതെയല്ലേ വസു, കൃത്യസമയത്ത് ഓർമ്മപ്പെടുത്തിയത്. സ്വാമിജിക്ക് പാദപൂജ ചെയ്യണം. ഇവൻ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. എന്താ ഭാസ്കരേട്ടാ സ്വാമിജിയെ ഇവനെന്നൊക്കെ വിളിക്കുന്നേ? ഇല്ല മോളെ, ഇദ്ദേഹം എന്നാ ഞാൻ പറഞ്ഞേ. ഇദ്ദേഹത്തിന് പാദപൂജയൊന്നും ഇഷ്ടമേ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് പാദപൂജ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാ. ഇതാ എന്റെ പാദങ്ങൾ. പാദപൂജ ചെയ്തിട്ട് ആ ജലം തലയിൽ തളിച്ചോളൂ. സ്വാമിജിക്ക് പാദപൂജ ഇപ്പൊ ആര് ചെയ്യും? അമ്മ മുതിർന്ന ആളായതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഭാസ്കരേട്ടനും അഖിലും അവരാണുങ്ങളല്ലേ, അവർക്ക് ചെയ്യാൻ പാടില്ല. ഭാവനച്ചിക്ക് എന്തോ വ്രതം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മേ. വ്രതത്തിലിരിക്കുന്നവരത് ചെയ്യാൻ പാടില്ല. ഞാനും കാർത്തികയും ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും അത് ചെയ്യാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ള ഒരാള്